നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഇന്ന് എടുക്കാൻ പോകുന്നത് പുതിയ SCERT 10ാം ക്ലാസ്സിലെ ഒരു പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ്. പ്രകാശവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ചാപ്റ്റർ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ എല്ലാ കോഴ്സിലും പുതിയ SCERT ക്ലാസ്സുകളുണ്ട് കേട്ടോ. പുതിയ SCERT 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളുണ്ട്. ഓരോ ചാപ്റ്ററാണ് ഞാൻ അതിനകത്ത് ഇങ്ങനെ സെക്ഷൻ വൈസ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് കാണാൻ പറ്റും. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു ചാപ്റ്റർ എടുത്ത് തരാൻ പോവാണ്. PSCയുടെ തുറുപ്പ് ചീട്ടായിട്ടുള്ള ചാപ്റ്റർ ആണ്. പ്രകാശവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ. ഓക്കെ, ക്ലാസ്സിലേക്ക് പോയാലോ? വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുത്തേക്കാം. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക് ഫാമിലി. സബ്സ്ക്രൈബ് ചെയ്തും കൂടി ഒന്ന് ഫാമിലി മെമ്പർ ആയിക്കണേ. സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യം തന്നെ നോക്കുന്നതേ അപവർത്തനത്തെ കുറിച്ചാണ്. ഗ്ലാസ് പ്രിസത്തിലൂടെയുള്ള അപവർത്തനം. നിങ്ങൾ സ്കൂൾ ക്ലാസ്സുകളിൽ ഈ ഒരു ഫിഗർ തീർച്ചയായും പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്താണ് ഈ ഫിഗർ സൂചിപ്പിക്കുന്നത്? ഈ ഒരു ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഒരു ഗ്ലാസ് പ്രിസം, ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഒരു ഗ്ലാസ് പ്രിസത്തിലേക്ക് ഒരു ലൈറ്റ് റേ ഇൻക്ലൈൻഡ് ആയിട്ട്, അതായത് ചരിഞ്ഞു പതിക്കുന്നു. ചരിഞ്ഞു പതിക്കുമ്പോൾ ഈ ഒരു പോയിന്റിൽ വെച്ച് അതിനെന്ത് സംഭവിക്കുന്നു? ഒരു വളവ് അല്ലെങ്കിൽ ഒടിവ് അല്ലെങ്കിൽ ഒരു ബെൻഡിങ് സംഭവിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു പോയിന്റിൽ നിന്നും ഇങ്ങോട്ടേക്കും ഒരു ബെൻഡിങ് സംഭവിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു ബെൻഡിങ്? ഈ ഒരു മീഡിയം എന്ന് പറയുന്നത് എയർ അല്ലേ? ഈ ഒരു മീഡിയം ഏതാണ്? ഗ്ലാസ് ആണ്. അപ്പോൾ എയറിൽ നിന്നും ഗ്ലാസിലേക്ക് കടന്നപ്പോൾ ബെൻഡിങ് സംഭവിച്ചു. മീഡിയം, മലയാളം എന്ത് പറയും? മാധ്യമം. ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് കടന്നപ്പോൾ ലൈറ്റ് റേക്ക് എന്ത് സംഭവിച്ചു? ബെൻഡിങ് സംഭവിച്ചു. അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ഇത് ഗ്ലാസ് അല്ലേ, ഇങ്ങോട്ടേക്ക് എയർ അല്ലേ? ഗ്ലാസിൽ നിന്നും എയറിലേക്ക് കടന്നപ്പോഴും എന്ത് സംഭവിച്ചു? ബെൻഡിങ് സംഭവിച്ചു. അപ്പൊ എന്താണ് ബെൻഡിങ് അഥവാ അപവർത്തനം? പ്രകാശത്തിന്റെ പാതയ്ക്കുണ്ടാകുന്ന ഒരു വ്യതിയാനം. പ്രകാശത്തിന്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം. പ്രിസത്തിലേക്ക് കടക്കുമ്പോഴും പ്രിസത്തിൽ നിന്ന് ബഹിർഗമിക്കുമ്പോൾ, അതായത് പ്രിസത്തിൽ നിന്ന് പുറത്തു വരുമ്പോഴും എന്ത് സംഭവിച്ചിട്ടുണ്ട്? അപവർത്തനം കാരണമാണ് പ്രകാശരശ്മിക്ക് എന്ത് സംഭവിച്ചത്? ബെൻഡിങ് അഥവാ ദിശാവ്യതിയാനം സംഭവിച്ചത്. ഈ രണ്ട് ദിശാവ്യതിയാനവും ഏത് ഭാഗത്തേക്കാണ്? പ്രിസത്തിന്റെ പാദഭാഗം. ഇതൊന്ന് നോക്കിക്കേ, പ്രിസത്തിന്റെ പാദഭാഗം ഏതാണ്? ബേസ് ഇതല്ലേ? അപ്പോ ഇങ്ങോട്ടേക്ക് ഇവിടുന്ന് പതിച്ച റേ ഇങ്ങനെ പോകുന്നതിന് പകരം ഇതിന്റെ പാദഭാഗത്തിലേക്കല്ലേ ഇതിനൊരു ബെൻഡിങ് സംഭവിച്ചത്? ഇവിടെയും അതുപോലെ തന്നെ ഇതിന്റെ പാദഭാഗം ബേസിലേക്കല്ലേ എന്ത് സംഭവിച്ചത്? ബെൻഡിങ് സംഭവിച്ചത്. അപ്പോൾ പ്രകാശത്തിന്റെ ദിശാവ്യതിയാനത്തിന് കാരണം എന്താണ്? അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ ആണ്. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ വേഗത മാറുന്നതിനാൽ ദിശയും മാറുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്? അപവർത്തനം എന്ന് പറയുന്നത്. അപവർത്തനം, പ്രകാശത്തിന്റെ അപവർത്തനം. ഇവിടെ ഒരു ഡോട്ടഡ് ലൈൻ വരച്ചേക്കുന്ന കണ്ടോ? ഇതിനെയാണ് ലംബം അഥവാ നോർമൽ എന്ന് വിളിക്കുന്നത്. ഇവിടെയും വരച്ചിട്ടുണ്ട് ലംബം അഥവാ നോർമൽ. അതായത് പ്രിസത്തിന്റെ സർഫസുമായിട്ട് നോക്കുമ്പോൾ ഈ നോർമൽ 90 ഡിഗ്രി ആയിരിക്കും. ഇതാണ് പ്രിസത്തിന്റെ സർഫസ്. പ്രിസത്തിന്റെ സർഫസുമായിട്ട് നോക്കുമ്പോൾ ഈ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെയും അതുപോലെ പ്രിസത്തിന്റെ സർഫസ് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അതായത് ലംബം മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്താണ്? 90 ഡിഗ്രി ആണ്. അപ്പൊ പ്രിസത്തിലേക്ക് കടക്കുമ്പോഴും പ്രിസത്തിൽ നിന്നും ബഹിർഗമിക്കുമ്പോഴും അപവർത്തനം കാരണം പ്രകാശരശ്മിക്ക് വ്യതിയാനം സംഭവിക്കുന്നത് ഏത് ഭാഗത്തേക്കാണ്? പാദഭാഗത്തേക്കാണെന്ന് മനസ്സിലാക്കുക. അടുത്തത് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്. ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് എന്നാൽ ഒന്നുമില്ല, പ്രിസത്തിലൂടെ, ഇപ്പൊ ഒരു പ്രിസമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു പ്രിസത്തിലൂടെ സൂര്യപ്രകാശം കടത്തി വിട്ടു എന്ന് കരുതുക. അപ്പൊ ഈ സൂര്യപ്രകാശം ഒരു പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ ഘടകവർണ്ണങ്ങളായിട്ട് വേർതിരിയുന്നത് കണ്ടോ? സൂര്യപ്രകാശത്തിന്റെ ഘടകവർണ്ണങ്ങൾ ഏതൊക്കെയാണ്? വിബ്ജിയോർ, വയലറ്റ് തുടങ്ങി റെഡിൽ അവസാനിക്കുന്ന വിബ്ജിയോർ എന്ന വർണ്ണരാജിയാണ് സൂര്യപ്രകാശത്തിന്റെ ഘടകവർണ്ണങ്ങൾ. അപ്പോ ഒരു പ്രിസത്തിലൂടെ സൂര്യപ്രകാശം കടന്നു പോകുമ്പോൾ ഘടകവർണ്ണങ്ങളായി വേർതിരിയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ പ്രകാശ പ്രകീർണനമാണ്. ധവള പ്രകാശം അഥവാ വൈറ്റ് ലൈറ്റിന്റെ ഘടകവർണ്ണങ്ങളും ഏത് തന്നെയാണ്? വിബ്ജിയോർ തന്നെയാണ്. ഇനി എന്താണ് സമന്വിത പ്രകാശം അഥവാ കോമ്പോസിറ്റ് ലൈറ്റ്? വ്യത്യസ്ത വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്ന പ്രകാശത്തെയാണ് സമന്വിത പ്രകാശം എന്ന് പറയുന്നത്.
സൂര്യപ്രകാശം സമന്വിത പ്രകാശം അല്ലേ, കാരണം വ്യത്യസ്ത വർണ്ണങ്ങൾ വയലറ്റ്, ഇൻഡിഗോ, നീല, പച്ച, ഓറഞ്ച്, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് ഇതെല്ലാം അടങ്ങുന്നതല്ലേ ധവള പ്രകാശം. അപ്പൊ ധവള പ്രകാശം ഒരു സമന്വിത പ്രകാശമാണ്. അപ്പൊ സമന്വിത പ്രകാശം എന്നാൽ എന്താണ്? ഒന്നിൽ കൂടുതൽ അഥവാ വ്യത്യസ്ത വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്ന പ്രകാശത്തെയാണ് സമന്വിത പ്രകാശം എന്ന് പറയുന്നത്. അപ്പോൾ പ്രകാശ പ്രകീർണനത്തിന്റെ ഡെഫിനിഷൻ നമുക്ക് ചുരുക്കി എങ്ങനെ പറയാം? ഈ സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസത്തെയാണ് പ്രകാശ പ്രകീർണനം എന്ന് വിളിക്കുന്നത്. ഘടകവർണ്ണങ്ങൾ ഏതൊക്കെ? വിബ്ജിയോർ ആണ്. ധവള പ്രകാശത്തിന്റെ ഘടകവർണ്ണങ്ങൾ വിബ്ജിയോർ. ഇനി സൂര്യപ്രകാശത്തിന്റെ ഘടകവർണ്ണങ്ങൾ വിബ്ജിയോർ. ഘടകവർണ്ണങ്ങൾ ഏതൊക്കെ? വയലറ്റ്, ഇൻഡിഗോ, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് അഥവാ വിബ്ജിയോർ എന്ന ക്രമത്തിലാണ് വരുന്നത്. ധവള പ്രകാശത്തിലെ ഘടകവർണ്ണങ്ങളുടെ ക്രമമായ വിതരണത്തെ വിളിക്കുന്ന പേരാണ് വർണ്ണരാജി. ധവള പ്രകാശത്തിലെ വർണ്ണരാജിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്നിവ. ഓക്കെ, അപ്പൊ കിട്ടിയല്ലോ എന്താണ് പ്രകാശ പ്രകീർണനം എന്നത് മനസ്സിലായി. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ ആ പ്രിസം കാണിച്ചിട്ടുണ്ട്. വൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ സൂര്യപ്രകാശം അടിക്കുന്നു, പ്രിസത്തിലൂടെ കടന്നു പോകുന്നു, പുറത്തേക്ക് വരുമ്പോൾ വർണ്ണരാജിയായിട്ടാണ് പുറത്തു വരുന്നത്. ഇതെന്താണ്? ഓരോ കളറും ഓരോ രീതിയിൽ വളഞ്ഞു വന്നിരിക്കുന്നത്. എന്താണ് ഇതിന്റെ റീസൺ? കാരണം ഓരോ കളേഴ്സിന്റെയും വേവ് ലെങ്ത് ഡിഫറെന്റ് ആണ്. വേവ് ലെങ്ത് ഏറ്റവും കുറവ് ഏതിനാ? വയലറ്റിന്. അപ്പൊ വേവ് ലെങ്ത് കുറഞ്ഞ ആള് പെട്ടെന്നങ്ങ് ബെൻഡ് ചെയ്യും. വേവ് ലെങ്ത് കൂടിയ ആള് റെഡ് ആണ്, അയാൾക്ക് അധികം ബെൻഡിങ് ഇല്ല. അപ്പോ ഇങ്ങനെ വൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ സൂര്യപ്രകാശം അടിക്കുമ്പോൾ ഈ പുറത്തു വരുന്ന കളേഴ്സിലെ ഏറ്റവും മുകളിലായിരിക്കും റെഡിന്റെ സ്ഥാനം, ഏറ്റവും താഴെയായിരിക്കും വയലറ്റിന്റെ സ്ഥാനം. അങ്ങനെ ഒരു ഓർഡർ കീപ്പ് ചെയ്യാനുള്ള കാരണം ഇതിന്റെ വേവ് ലെങ്തിലെ ഡിഫറൻസ് ആണ്. ഇവിടെ നോക്കൂ, വേവ് ലെങ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ടേബിൾ അതുപോലെ തന്നെ പഠിക്കണമെന്നില്ല, പക്ഷെ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. തരംഗദൈർഘ്യം ഏറ്റവും കുറഞ്ഞ വർണ്ണം ഏതാണെന്ന് ചോദിച്ചാൽ വയലറ്റ് ആണെന്നും തരംഗദൈർഘ്യം ഏറ്റവും കൂടിയ വർണ്ണം ഏതാണെന്ന് ചോദിച്ചാൽ ചുവപ്പാണെന്നും മനസ്സിലാക്കുക. ഇവിടെ കൊടുത്തിട്ടുണ്ട് സൂര്യപ്രകാശം അടിക്കുന്നു, ഇവിടെ ബെൻഡിങ് സംഭവിക്കുന്നു. ഇനി ഇതിലൂടെ പുറത്തു വരുമ്പോൾ വീണ്ടും ബെൻഡിങ് സംഭവിക്കുന്നുണ്ട്. അതായത് ഗ്ലാസിൽ നിന്നും എയറിലേക്ക് വരുമ്പോൾ, വായുവിലേക്ക് വരുമ്പോൾ വീണ്ടും ബെൻഡിങ് സംഭവിക്കുന്നു. പക്ഷെ ഒരുപാട് ബെൻഡിങ് സംഭവിക്കുന്ന വർണ്ണം ഏതാണെന്ന് ചോദിച്ചാൽ വയലറ്റ്, കുറച്ച് ബെൻഡിങ് സംഭവിക്കുന്ന വർണ്ണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഡ് ആണ്. ബാക്കി വർണ്ണങ്ങൾ അതിന്റെ ഇടയ്ക്കാണ് വരുന്നത്. അപ്പൊ എന്തുകൊണ്ട് വയലറ്റിന് കൂടുതൽ ബെൻഡിങ് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ തരംഗദൈർഘ്യം വളരെ കുറവാണ്. ചുവപ്പിന്റെ തരംഗദൈർഘ്യം കൂടുതലാണ്, അതുകൊണ്ട് അതിനധികം ബെൻഡിങ് സംഭവിക്കുന്നില്ല. ഓക്കെ, ഇനി പ്രകാശരശ്മിക്ക് ഉണ്ടാകുന്ന വ്യതിയാനം ഏതെല്ലാം ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു? ഈ പ്രകാശരശ്മിക്ക് ഇങ്ങനെ ഒരു ദിശാവ്യതിയാനം ഉണ്ടാകുന്നില്ലേ? ഈ ദിശാവ്യതിയാനം ഏതൊക്കെ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ റീസൺ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, പ്രകാശവർണ്ണത്തിന്റെ തരംഗദൈർഘ്യമാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ റീസൺ മാധ്യമത്തിന്റെ അപവർത്തനാങ്കം, അതായത് എയറിന് ഒരു അപവർത്തനാങ്കം ഉണ്ട്, ഗ്ലാസിന് ഒരു അപവർത്തനാങ്കത്തിന്റെ ഇംഗ്ലീഷ് എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം. വാട്ടറിന് ഒരു അപവർത്തനാങ്കം ഉണ്ട്. അപ്പോ ഇങ്ങനത്തെ അപവർത്തനാങ്കം, മാധ്യമത്തിന്റെ അപവർത്തനാങ്കത്തെയും പ്രകാശരശ്മിക്ക് ഉണ്ടാകുന്ന വ്യതിയാനം ആശ്രയിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. പ്രകാശവർണ്ണങ്ങളിൽ തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണം ഏതാണ്? തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണം വയലറ്റ്, തരംഗദൈർഘ്യം കൂടിയത് ചുവപ്പ്. പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏത് വർണ്ണത്തിനാണ് കൂടുതൽ വ്യതിയാനം സംഭവിച്ചത്? ഏതിനാ കൂടുതൽ വ്യതിയാനം? വയലറ്റിന്. അതിന് കാരണം എന്താ? അതിന് തരംഗദൈർഘ്യം കുറവായതുകൊണ്ട് തന്നെയാണ്. ഇനി പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും കുറവ് വ്യതിയാനം സംഭവിച്ചത് ചുവപ്പിനാണ്. കാരണം എന്താണ്? അതിന് തരംഗദൈർഘ്യം കൂടുതലാണ്. അപ്പോ കൺക്ലൂഷൻ എങ്ങനെ പറയാം? വർണ്ണങ്ങളുടെ ദിശാവ്യതിയാനം അതിന്റെ തരംഗദൈർഘ്യവുമായി താരതമ്യം ചെയ്ത് എങ്ങനെ പറയാം? തരംഗദൈർഘ്യം കൂടുമ്പോൾ വർണ്ണങ്ങളുടെ വ്യതിയാനം കുറയുന്നു എന്ന് മനസ്സിലാക്കാവുന്നതാണ്. പറഞ്ഞ ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വ്യത്യസ്ത വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്ന പ്രകാശമാണ് സമന്വിത പ്രകാശം. ധവള പ്രകാശം ഒരു സമന്വിത പ്രകാശമാണ്. സൂര്യപ്രകാശം സമന്വിത പ്രകാശമാണ്. ധവള പ്രകാശത്തിന്റെ ഇംഗ്ലീഷ് എന്താണ്? വൈറ്റ് ലൈറ്റ് ആണ്. ഇനി ഒരു സമന്വിത പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്ന പ്രതിഭാസത്തെ എന്തെന്ന് വിളിക്കും? പ്രകാശ പ്രകീർണനം എന്ന് വിളിക്കും. ഇനി മഴവില് നോക്കൂ, മഴവിലും ഈ ഒരു പ്രതിഭാസം തന്നെയല്ലേ സംഭവിക്കുന്നത്? മഴവിലും നമുക്ക് വിബ്ജിയോർ കാണാൻ സാധിക്കുന്നു. അപ്പോ നമ്മള് പണ്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും, വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ, വെയിലുള്ള സമയത്ത് വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്യുമ്പോഴത്തേക്കും വെള്ളത്തുള്ളികളുടെ ഇടയിൽ കൂടെ എന്ത് കാണാൻ സാധിക്കും? ഒരു വർണ്ണരാജി അല്ലെങ്കിൽ വിബ്ജിയോർ അല്ലെങ്കിൽ മഴവില്ല് കാണാൻ സാധിക്കുന്നു. അപ്പോ എങ്ങനെ ചുമ്മാ നിന്ന് സ്പ്രേ ചെയ്താൽ പോരാ, നല്ല സൂര്യപ്രകാശം ഉള്ളപ്പോൾ സൂര്യന്റെ എതിർദിശയിൽ വേണം അന്തരീക്ഷത്തിലേക്ക് വെള്ളം സ്പ്രേ ചെയ്യാൻ. സൂര്യൻ ഇവിടെ നിൽക്കുകയാണെങ്കിൽ സൂര്യന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം വെള്ളം സ്പ്രേ ചെയ്യാൻ. എന്നാൽ മാത്രമേ ഇങ്ങനെയൊരു വർണ്ണരാജി, മഴവില്ലിലെ വർണ്ണരാജികളുമായി സാദൃശ്യമുള്ള വർണ്ണരാജി കാണാൻ സാധിക്കൂ.
ഇനി അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് മഴവില്ല് ഉണ്ടാകുന്നത് എന്ന് നോക്കാം. അപ്പൊ അന്തരീക്ഷത്തില് ഇതുപോലെ ബെൻഡിങ് സംഭവിക്കാൻ വേണ്ടിയിട്ട് ജലകണികകളുണ്ട്. അപ്പൊ ഈ ജലകണികകളിലൂടെ, ഇത് കാണിച്ചിരിക്കുന്ന ജലകണിക 2 വാട്ടർ ഡ്രോപ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ജലകണികകളിലൂടെ സൂര്യപ്രകാശം കടന്നു പോകുമ്പോൾ സൂര്യപ്രകാശത്തിന് എന്ത് സംഭവിക്കുന്നു? ഈ പറഞ്ഞതുപോലെ ഡിസ്പേർഷൻ അഥവാ പ്രകീർണനം സംഭവിക്കുന്നുണ്ട്. പിന്നെ ബെൻഡിങ് സംഭവിക്കുന്നില്ലേ? ബെൻഡിങ് എന്നാൽ അപവർത്തനം സംഭവിക്കുന്നുണ്ട്. പിന്നെ ഒരു പ്രോസസ്സും കൂടെ സംഭവിക്കുന്നുണ്ട്. അതേതാണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അപ്പൊ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. സൂര്യപ്രകാശം വരുന്നു, നമ്മൾ നേരത്തെ ഗ്ലാസ് പ്രിസം പറഞ്ഞതിന് പകരം ഇവിടെ അന്തരീക്ഷത്തിൽ എന്താ ഉള്ളത്? വാട്ടർ ഡ്രോപ്പ് ആണുള്ളത്. അപ്പൊ വാട്ടർ ഡ്രോപ്പിലേക്ക് കടക്കുമ്പോൾ അതിന്റെ ദിശയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ദിശാ വ്യതിയാനം സംഭവിക്കുമ്പോൾ അവിടെ നടക്കുന്ന പ്രോസസ് എന്താണ്? പ്രക്രിയ എന്താണ്? റിഫ്രാക്ഷൻ ആണ്. അങ്ങനെ ദിശയ്ക്ക് വ്യതിയാനം സംഭവിച്ച് ഈ വാട്ടർ ഡ്രോപ്പിന്റെ അകത്ത് വെച്ച് റിഫ്ലക്ഷൻ സംഭവിക്കുന്നു. അകത്ത് വെച്ച് നടക്കുന്ന റിഫ്ലക്ഷൻ ആയതുകൊണ്ട് റിഫ്ലക്ട് ചെയ്താണ് ഇങ്ങോട്ടേക്ക് പോയത്, ഇവിടുന്ന് റിഫ്ലക്ട് ചെയ്താണ് ഇങ്ങോട്ടേക്ക് പോയത്. അകത്ത് നടക്കുന്ന റിഫ്ലക്ഷനെ പറയുന്ന പേരാണ് ആന്തരിക പ്രതിപതനം, അല്ലെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, അല്ലെങ്കിൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കുന്നു. എന്നിട്ട് ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിച്ച ശേഷം ഇത് പുറത്തേക്ക് ഘടകവർണ്ണങ്ങളായിട്ട് വേർപിരിയുന്നു. ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്ന പ്രക്രിയക്ക് പറയുന്ന പേരെന്താണ്? ഡിസ്പേർഷൻ. ഓക്കെ, അപ്പോ ഘടകവർണ്ണങ്ങളായി വേർപിരിയുകയും ചെയ്യുന്നു. ഇവിടെ നോക്കൂ, ഇവിടെയും ഇതുപോലെ ഘടകവർണ്ണങ്ങളായി തന്നെയല്ലേ വേർപിരിയുന്നത്. അപ്പോൾ ഇവിടെയും ഡിസ്പേർഷൻ നടക്കുന്നു, റിഫ്രാക്ഷനും നടക്കുന്നു. അപ്പൊ ഇവിടെയും ഒരു റിഫ്രാക്ഷൻ നടക്കുന്നു, ഇവിടെയും ഒരു ബെൻഡിങ് റിഫ്രാക്ഷൻ നടക്കുന്നില്ലേ. അപ്പൊ ടോട്ടൽ എത്ര റിഫ്രാക്ഷൻ നടക്കുന്നു? 2 റിഫ്രാക്ഷൻ നടക്കുന്നു. എത്ര ഡിസ്പേർഷൻ നടക്കുന്നു? 1 ഡിസ്പേർഷൻ നടക്കുന്നു. എത്ര ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നു? 1 എണ്ണം. അപ്പൊ എണ്ണം കൂടി മനസ്സിലാക്കുക. 2 അപവർത്തനം, 1 പ്രകീർണനം, 1 ആന്തരിക പ്രതിപതനം. അപ്പൊ ജലകണികകളിലേക്ക് കടന്നു പോകുമ്പോൾ, ജലകണികയിലേക്ക് കടന്നുപോയി പുറത്തേക്ക് വരുന്ന പ്രകാശരശ്മി 2 പ്രാവശ്യം അപവർത്തനത്തിനും 1 പ്രാവശ്യം ആന്തര പ്രതിപതനത്തിനും വിധേയമാകുന്നു. പ്രകൃതിയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതിഭാസമല്ലേ? അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുവച്ചിട്ട് നടക്കുന്നതാണോ? അല്ല, സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതിഭാസമാണ്. ഇത്തരം അപവർത്തനത്തിന്റെയും പ്രകീർണനത്തിന്റെയും ആന്തര പ്രതിപതനത്തിന്റെയും സമന്വിത ഫലമായിട്ടാണ് എന്തുണ്ടാകുന്നത്? മഴവില്ല് ഉണ്ടാകുന്നത്. ഇവിടെ നോക്കൂ, 2 ജലകണിക കാണിച്ചിട്ടുണ്ട്. ഇവിടെ നിരീക്ഷകൻ നിൽക്കുവാണ്. നിരീക്ഷകൻ നിന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ അയാള് 2 ജലകണികയിൽ നിന്ന് വരുന്ന ഇതുപോലത്തെ പ്രോസസ്സ് കാണുവാണേ. അപ്പൊ അയാൾ നോക്കുമ്പോഴത്തേക്കും അയാളുടെ കണ്ണിലേക്ക് ആദ്യത്തെ ജലകണികയിൽ നിന്ന് വരുന്ന ആ റെഡും രണ്ടാമത്തെ ജലകണികയിൽ നിന്ന് വരുന്ന വയലറ്റും കാണുമ്പോൾ അയാൾക്ക് മഴവില്ല് കാണുമ്പോൾ മുകളിലത്തെ നിറം ഏതായിട്ടാണ് കാണുന്നത്? റെഡ് ആയിട്ടാണ് കാണുന്നത്. താഴത്തെ നിറം ഏതായിട്ടാണ് കാണുന്നത്? വയലറ്റ് ആയിട്ടാണ് കാണുന്നത്. ഈ വരുന്ന വയലറ്റ് അയാൾ കാണുന്നില്ല, ഈ റെയിൻ ഡ്രോപ്പിലെ ഈ ഒരു റെഡ് അയാൾ കാണുന്നില്ല. അയാൾ കാണുന്നത് ഇത്രയും മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അയാൾ കാണുമ്പോൾ റെയിൻബോയുടെ മുകളിലത്തെ നിറം റെഡും താഴത്തെ നിറം എന്താണ്? വയലറ്റും ആണെന്ന് മനസ്സിലാക്കാം. അപ്പൊ മഴവിൽ ഉണ്ടാകുന്ന ദിശ ഏതാണ്? സൂര്യന്റെ അതേ ദിശയാണോ? അല്ല, സൂര്യനെ എതിർദിശയിലാണ്. നല്ല സൂര്യപ്രകാശം ഉള്ളപ്പോൾ സൂര്യൻ എതിർദിശയിൽ അന്തരീക്ഷത്തിലേക്ക് വെള്ളം സ്പ്രേ ചെയ്താൽ നമുക്ക് കൃത്രിമമായിട്ട് മഴവിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഇനി വർണ്ണങ്ങളുടെ പുനഃസംയോജനമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒരു എക്സ്പെരിമെന്റ് പോലെ 2 പ്രിസം എടുത്തു. ആദ്യത്തെ പ്രിസം നേരെയും വെച്ചു, രണ്ടാമത്തെ പ്രിസം തലകീഴായിട്ടും വെച്ചു. എന്നിട്ട് ഇതിലേക്കൊരു ലൈറ്റ് അടിക്കുവാണ്. ലൈറ്റ് അടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ബെൻഡിങ് സംഭവിക്കും. സൂര്യപ്രകാശമാണ്. സൂര്യപ്രകാശം കടത്തിവിട്ടപ്പം ഇങ്ങനെ ബെൻഡിങ് സംഭവിച്ചു, ഘടകവർണ്ണങ്ങളായിട്ട് മാറി. ഇവിടെ നിന്ന് ഘടകവർണ്ണം കിട്ടി. ഈ 2 റേ ഉണ്ടല്ലോ, അത് അടുത്ത പ്രിസത്തിലേക്കാണ് കടന്നുപോയത്. അടുത്ത പ്രിസത്തിലേക്ക് കടന്നു പോയപ്പോഴത്തേക്കും വീണ്ടും ഇവിടെ ബെൻഡിങ് സംഭവിച്ചു. ഇവിടെ എത്തി. ഇവിടുന്ന് പുറത്തു പോയപ്പം ഒറ്റൊരു ലൈറ്റ് ആയിട്ടാണ് പുറത്തു പോയത്. അപ്പൊ പ്രിസത്തിലൂടെ സൂര്യപ്രകാശം കടത്തിവിടുന്ന പരീക്ഷണത്തിൽ ഘടകവർണ്ണങ്ങൾ വരുന്ന പാതയിൽ മറ്റൊരു സമാന പ്രിസം തലകീഴായിട്ട് ക്രമീകരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ പ്രിസത്തിൽ നിന്ന് വരുന്ന പ്രകാശവർണ്ണങ്ങൾക്ക് രണ്ടാമത്തെ പ്രിസത്തിൽ വിപരീത ദിശയിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്ത് സംഭവിക്കുന്നത്? വ്യതിയാനം സംഭവിക്കുന്നത്. എന്നിട്ട് ഇവ സംയോജിച്ച് ഒറ്റൊരു ലൈറ്റ് ആയിട്ടല്ലേ പുറത്തു പോയത്. അപ്പോൾ പുറത്തുനിന്ന് കിട്ടുന്നത് ധവള പ്രകാശം അഥവാ വൈറ്റ് ലൈറ്റ് ആയിരിക്കും. ഇവിടെ വേറൊരു പോയിന്റ് കൊണ്ട് ഞാൻ പറഞ്ഞു തരാം. ഈ വിബ്ജിയോർ കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്നത് വൈറ്റ് ലൈറ്റ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ വൈറ്റ് ലൈറ്റ് കിട്ടിയത്. വിബ്ജിയോർ കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈറ്റ് ഏതാണ്? വൈറ്റ് ലൈറ്റ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പ്രിസത്തിൽ നിന്ന് വരുന്ന പ്രകാശവർണ്ണങ്ങൾക്ക് രണ്ടാമത്തെ പ്രിസത്തിൽ വെച്ച് വിപരീത ദിശയിൽ വ്യതിയാനം സംഭവിക്കുന്നത് കൊണ്ടാണ് വർണ്ണങ്ങൾ സംയോജിച്ച് ചുമരിൽ ധവള പ്രകാശം ലഭിക്കുന്നത്. ഇനി വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിലേക്ക് പോകാം. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. സൂര്യപ്രകാശത്തിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഈ സൂര്യരശ്മികള് നമ്മുടെ ശരീരത്തിൽ പതിക്കുമ്പോൾ നമുക്ക് ചൂട് അനുഭവപ്പെടാറില്ലേ? അപ്പോൾ സൂര്യനിൽ അടങ്ങിയിരിക്കുന്ന എന്ത് രശ്മികളാണ്, എന്ത് കിരണങ്ങളാണ് ഈ
താപത്തിന് കാരണം എന്ന് ചോദിച്ചാൽ ഇൻഫ്രാറെഡ് കിരണങ്ങളാണ്. അപ്പോൾ സൂര്യരശ്മികളിലെ താപത്തിന് കാരണം ഏത് കിരണങ്ങളാണ്? ഇൻഫ്രാറെഡ് കിരണങ്ങൾ. സൂര്യപ്രകാശത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ? 1 ധവളപ്രകാശം, 2 ഇൻഫ്രാറെഡ് കിരണങ്ങൾ, 3 അൾട്രാ വയലറ്റ് കിരണങ്ങൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൂര്യപ്രകാശത്തിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ധവളപ്രകാശം, ഇൻഫ്രാറെഡ്, അതുപോലെ അൾട്രാ വയലറ്റ്. സൂര്യരശ്മികളിലെ താപത്തിന് കാരണം ഏത് കിരണങ്ങളാണ്? ഇൻഫ്രാറെഡ് വികിരണങ്ങളാണ് സൂര്യരശ്മികളിലെ താപത്തിന് കാരണം എന്ന് മനസ്സിലാക്കുക. കൂടാതെ നമുക്ക് സൂര്യപ്രകാശം അടിക്കുമ്പോൾ വൈറ്റമിൻ ഡി കിട്ടും എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ മനുഷ്യ ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന വികിരണങ്ങൾ ഏതാണ്? അത് അൾട്രാ വയലറ്റ് കിരണങ്ങളാണ്. നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന വികിരണങ്ങൾ സൂര്യനിലെ ഏത് വികിരണങ്ങൾ എന്ന് ചോദിച്ചാൽ അത് അൾട്രാ വയലറ്റ് വികിരണങ്ങളാണെന്ന് മനസ്സിലാക്കുക. ഇനി സൗരവികിരണങ്ങൾ ശൂന്യതയിലൂടെയും വായുവിലൂടെയും ഏകദേശം ശരാശരി 15 കോടി കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് എവിടെ എത്തുന്നത്? ഭൂമിയിൽ എത്തുന്നത്. അപ്പോ ചില്ലറ ദൂരം ഒന്നും ആണോ സഞ്ചരിക്കുന്നത്? സൗരവികിരണങ്ങൾ ശൂന്യതയിലൂടെയും വായുവിലൂടെയും ഏകദേശം 15 കോടി കിലോമീറ്റർ ആണ് സഞ്ചരിച്ച ഭൂമിയിൽ എത്തുന്നത്. സൗരവികിരണങ്ങളെ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നത് ഏതിലൂടെയാണെന്ന് ചോദിച്ചാൽ ശൂന്യതയിലൂടെയാണ് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് നമുക്ക് കൺക്ലൂഷനിൽ എന്തെത്താം? ദൃശ്യപ്രകാശം, ഇൻഫ്രാറെഡ്, അൾട്രാ വയലറ്റ് ഇവയ്ക്ക് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണോ? മാധ്യമം ആവശ്യമല്ല. കാരണം ഇവ ഏറ്റവും കൂടുതൽ ശൂന്യതയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ദൃശ്യപ്രകാശം, ഇൻഫ്രാറെഡ്, അൾട്രാ വയലറ്റ് തുടങ്ങി ഇവയ്ക്ക് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ മാധ്യമം ആവശ്യമല്ല. ഇനി ഇവിടെ ഒരു സ്പീഡും കൂടെ പഠിച്ചു വെക്കുക. ശൂന്യതയിലൂടെ സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ, ദാറ്റ് ഈസ് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് വേഗത്തിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന വേഗത എത്ര? സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ, ദാറ്റ് ഈസ് 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. ഈ പറഞ്ഞ വികിരണങ്ങളില്ലേ, അതായത് അൾട്രാ വയലറ്റ്, ദൃശ്യപ്രകാശം, ഇൻഫ്രാറെഡ്, ഈ വികിരണങ്ങളൊക്കെ വൈദ്യുത കാന്തിക വികിരണങ്ങളാണ്, അഥവാ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ആണ്. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിനെ ഇങ്ങനെ ക്രമമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. അപ്പോൾ വൈദ്യുത കാന്തിക വികിരണങ്ങളുടെ ക്രമമായ വിതരണം ഏത് പേരിൽ അറിയപ്പെടുന്നു? വൈദ്യുത കാന്തിക സ്പെക്ട്രം അഥവാ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്നറിയപ്പെടുന്നു. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഉള്ള തരംഗങ്ങൾ ഏതൊക്കെ? ഗാമ വികിരണം, എക്സ് വികിരണം, അൾട്രാ വയലറ്റ്. ഇവിടെ കാണിച്ചേക്കുന്ന കണ്ടോ, ഇതാണ് നമ്മൾ കാണുന്ന ഏക വികിരണം, ദാറ്റ് ഈസ് ദൃശ്യപ്രകാശം. ഇതിന് ഇങ്ങോട്ടുള്ള അൾട്രാ വികിരണം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത്. അൾട്രയും എക്സും ഗാമയൊക്കെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? ഇല്ല. ഇങ്ങോട്ടേക്കുള്ള ഇൻഫ്രാറെഡ്, റേഡിയോ ഇതുവെല്ലാം നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. നമുക്ക് കാണാൻ പറ്റുന്ന, മനുഷ്യന് കാണാൻ പറ്റുന്നത് ഈ വിസിബിൾ ലൈറ്റ് അഥവാ ദൃശ്യപ്രകാശം മാത്രമാണ്. ദൃശ്യപ്രകാശത്തിന്റെ ഓരോന്നിന്റെയും വേവ് ലെങ്ത് പറഞ്ഞു. വേവ് ലെങ്ത് കൂടിയത് റെഡിനാണെന്ന് പറഞ്ഞു, കുറഞ്ഞത് വയലറ്റിനാണെന്ന് പറഞ്ഞു. ഇനി പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. വേവ് ലെങ്ത് കൂടിയത് റെഡിനാണെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ റെഡിന്റെ ഇങ്ങോട്ടേക്കല്ലേ ഇൻഫ്രാറെഡും റേഡിയോ തരംഗങ്ങളും ഒക്കെ വരുന്നത്. അപ്പൊ ഇങ്ങോട്ടേക്കുള്ള എല്ലാത്തിനും വേവ് ലെങ്ത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. പക്ഷേ ഊർജം കുറവായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഇനി ഇങ്ങോട്ടേക്കുള്ളത് ഇവിടെ വയലറ്റ് അല്ലേ വന്നു നിന്നത്. വയലറ്റിന് വേവ് ലെങ്ത് കുറവല്ലേ, അപ്പൊ അൾട്രാ വയലറ്റിനും എക്സിനും ഗാമയ്ക്കും ഒക്കെ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ അവർക്കും വേവ് ലെങ്ത് കുറവാണ്. ഇത് കണ്ടോ, -8, -12, -14 ഇവർക്ക് വേവ് ലെങ്ത് കുറവാണ്. ഇവിടെയാണെങ്കിലോ 10⁻², 10⁻², 10⁻4 വേവ് ലെങ്ത് കൂടിയാണ് വരുന്നത്. അപ്പൊ ഇങ്ങോട്ടേക്കുള്ളവർക്ക് വേവ് ലെങ്ത് കൂടുതലും ഇങ്ങോട്ടേക്കുള്ളവർക്ക് വേവ് ലെങ്ത് കുറവുമായിരിക്കും. പക്ഷേ ഊർജം കൂടുതലായിരിക്കും. അതുകൂടി മനസ്സിലാക്കുക. ഇനി നമുക്ക് പ്രാഥമിക വർണ്ണങ്ങളും ദ്വിതീയ വർണ്ണങ്ങളും നോക്കാം. പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? RGB ആണ് പ്രാഥമിക വർണ്ണങ്ങൾ, റെഡ്, ഗ്രീൻ, ബ്ലൂ. ദ്വിതീയ വർണ്ണങ്ങൾ ഏതൊക്കെ? YCM എന്ന് ഓർത്താൽ മതി. YCM. RGB ആണ് പ്രാഥമിക വർണ്ണങ്ങൾ അഥവാ പ്രൈമറി കളേഴ്സ്. ദ്വിതീയ വർണ്ണങ്ങൾ അതായത് പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്നവയാണ് ദ്വിതീയ വർണ്ണങ്ങൾ. അവയാണ് YCM, യെല്ലോ, സിയാൻ, മജന്ത. ഈ RGB കമ്പൈൻ ചെയ്തിട്ടാണ് YCM ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞില്ലേ. അത് പഠിക്കാനൊരു എളുപ്പവഴി പറഞ്ഞുതരാം. ആറും ജിയും, ദാറ്റ് ഈസ് റെഡും ഗ്രീനും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് യെല്ലോ ഉണ്ടാവുന്നത്. ഇനി ഈ ഗ്രീനും ബ്ലൂവും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ആരുണ്ടാവുന്നത്? സിയാൻ ഉണ്ടാവുന്നത്. ഇങ്ങറ്റത്തെ 2 ആൾക്കാരെ കമ്പൈൻ ചെയ്തിട്ടാണ് മജന്ത ഉണ്ടാവുന്നത്. അത്രയും മാത്രം പഠിച്ചു വെച്ചാൽ മതി, കിട്ടി.
RGB YCM എന്ന് എഴുതുക. ആറും ജിയും കൂടെ കമ്പൈൻ ചെയ്ത് യെല്ലോ ഉണ്ടായി, ജിയും ബിയും കൂടെ കമ്പൈൻ ചെയ്ത് സിയാൻ ഉണ്ടായി, ആറും ബിയും കൂടെ കമ്പൈൻ ചെയ്ത് മജന്ത ഉണ്ടായി. ഇനി ഈ പ്രൈമറി കളേഴ്സ് 3 പേരില്ലേ, RGB, ഇവര് 3 പേരും കൂടെ കമ്പൈൻ ചെയ്താൽ കിട്ടുന്ന ലൈറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധവള പ്രകാശം അഥവാ വൈറ്റ് ലൈറ്റ് ആണ് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കുക. അതിവ്യാപനം ചെയ്യുന്ന വർണ്ണങ്ങൾ, അതായത് കൂടി ചേരുന്ന വർണ്ണങ്ങൾ ഏതൊക്കെയാ? പച്ചയും ചുവപ്പും. നേരത്തെ പറഞ്ഞത് ഈ ഒരു കോഡൊന്ന് ഓർത്ത്, RGBYCM. ഓക്കെ, അപ്പൊ പച്ചയും ചുവപ്പും, ദാറ്റ് ഈസ് റെഡും ഗ്രീനും കൂടി ചേരുമ്പം എന്ത് കിട്ടും? മഞ്ഞ കിട്ടും. ഇനി ചുവപ്പും നീലയും കൂടെ ചേരുമ്പം ആര് കിട്ടും? മജന്ത, M ആണ് കിട്ടുന്നത്. നീലയും പച്ചയും ഇവരെ കൂടെ ചേരുമ്പോൾ എന്താ കിട്ടുന്നത്? സിയാൻ ആണ് കിട്ടുന്നത്. ഇനി പച്ചയും നീലയും ചുവപ്പും കൂടെ ചേരുമ്പോൾ, ഇത് 3 കൂടെ ചേരുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ നോക്കൂ, ഇത് 3 കൂടെ ചേരുമ്പോൾ എന്താ കിട്ടിയത്? ധവള പ്രകാശമാണ് കിട്ടുന്നത്. അപ്പൊ ഒരേ തീവ്രതയിലുള്ള ചുവപ്പ്, പച്ച, നീല എന്നീ വർണ്ണങ്ങൾ ചേരുന്ന ഭാഗത്ത് ധവള പ്രകാശവും പച്ചയും ചുവപ്പും ചേർന്നാൽ മഞ്ഞയും, ഇനി പച്ചയും നീലയും ചേർന്നാൽ സിയാനും, ഇനി ചുവപ്പും നീലയും ചേർന്നാൽ മജന്തയുമാണ് കിട്ടിയത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ വർണ്ണങ്ങളെ, ദാറ്റ് ഈസ് YCM, ഇവരെ വിളിക്കുന്ന പേരാണ് ദ്വിതീയ വർണ്ണങ്ങൾ. പച്ചയും നീലയും ചുവപ്പിനെയും വിളിക്കുന്ന പേരാണ് പ്രാഥമിക വർണ്ണങ്ങൾ. അപ്പൊ പച്ച, നീല, ചുവപ്പ് എന്നിവ ഉപയോഗിച്ച് ധവളപ്രകാശം മാത്രമല്ല മറ്റെല്ലാ വർണ്ണപ്രകാശവും ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ ഈ വർണ്ണങ്ങളെ വിളിക്കുന്ന പേര് പ്രൈമറി കളേഴ്സ് അഥവാ പ്രാഥമിക വർണ്ണങ്ങൾ എന്നാണ്. ഏതെങ്കിലും 2 പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്ന വർണ്ണപ്രകാശത്തെ എന്തെന്ന് വിളിക്കും? ഏതെങ്കിലും 2 പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്ന വർണ്ണപ്രകാശത്തെ എന്തെന്ന് വിളിക്കും? ദ്വിതീയ വർണ്ണം, സെക്കൻഡറി കളർ എന്ന് വിളിക്കും. ഓക്കെ, ഈ സോഡിയം വേപ്പർ ലാമ്പില് മഞ്ഞ കളറിലെ വരുന്നത്. അപ്പൊ ഈ സോഡിയം വേപ്പർ ലാമ്പിൽ നിന്ന് ലഭിക്കുന്ന മഞ്ഞ നിറം സമന്വത പ്രകാശമാണോ? അതായത് മഞ്ഞ എന്നാൽ R+G ആണല്ലോ, ആറും ജിയും അടങ്ങിയിട്ടുള്ളതാണോ ഇതിൽ നിന്ന് ലഭിക്കുന്ന മഞ്ഞ? സമന്വിത പ്രകാശം എന്നാൽ ഒന്നിലധികം വർണ്ണങ്ങൾ ചേർന്നത്, പക്ഷേ അല്ല, ഇതൊരു സമന്വിത പ്രകാശമല്ല. അതുകൊണ്ട് തന്നെ ചുവപ്പും പച്ചയും നിറത്തിലുള്ള വസ്തുക്കൾ ഈ പ്രകാശത്തിൽ ഇരുണ്ടതായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഓരോ പ്രകാശത്തിലും വസ്തുക്കൾ ഏതൊക്കെ കളറിലാണ് കാണപ്പെടുന്നത് എന്ന് പറയാം. ഇവിടെ ഇത് മനസ്സിലാക്കുക, മഞ്ഞയുടെ ഘടകങ്ങളാണ് ആറും ജിയും. അപ്പൊ മഞ്ഞയിൽ കൊണ്ടുവച്ച റെഡ് ഫ്ലവർ റെഡ് ആയിട്ട് തന്നെ കാണും, ഗ്രീൻ ഫ്ലവർ ഗ്രീൻ ആയിട്ട് തന്നെ കാണും. പക്ഷേ സോഡിയം വേപ്പർ ലാമ്പിലുള്ള ഒരു മഞ്ഞ പ്രകാശം സമന്വിത പ്രകാശം അല്ലാത്തത് കൊണ്ട് തന്നെ പച്ചപ്പൂവോ മഞ്ഞപ്പൂവോ ഒക്കെ അവിടെ കൊണ്ടുവച്ചാൽ അത് ഇരുണ്ടതായിട്ടേ കാണത്തുള്ളൂ, അല്ലാതെ ആ ഒരു കളറിൽ കിട്ടത്തില്ല. ഓക്കെ, ഇനി പൂരക വർണ്ണം എന്നാൽ എന്ത്? ഇവിടെ മഞ്ഞ എന്ന ദ്വിതീയ വർണ്ണത്തിൽ അടങ്ങിയിരിക്കുന്നത് പച്ചയും ചുവപ്പും അല്ലേ? ഈ പച്ചയും ചുവപ്പിന്റെ കൂടെ ഏത് കളറ് ചേരുമ്പോഴാണ് വൈറ്റ് ലൈറ്റ് കിട്ടുന്നത് എന്ന് നോക്കിയാൽ മതി. അപ്പൊ അതായത് മഞ്ഞയില് ഇല്ലാത്ത ആള് ചേർന്നാൽ മതി. പ്രൈമറി കളേഴ്സ് ആരൊക്കെയാണ്? RGB. ഇത് 3 കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് വൈറ്റ് ലൈറ്റ് കിട്ടണ്ടേ? അപ്പൊ മഞ്ഞയില് പച്ചയും ചുവപ്പും ഉണ്ട്, ഇതിൽ ആരാ ഇല്ലാത്തത്? നീലയല്ലേ ഇല്ലാത്തത്. അപ്പൊ നീലയാണ് ഈ മഞ്ഞയുടെ പൂരക വർണ്ണം അഥവാ കോംപ്ലിമെന്ററി കളർ. മജന്തയിൽ ആരൊക്കെ അടങ്ങിയിരിക്കുന്നത്? മജന്തയിൽ അടങ്ങിയിരിക്കുന്നത് റെഡും ബ്ലൂ ആണ്. റെഡും ബ്ലൂവിൽ ഇല്ലാത്ത ആളാരാ? ഗ്രീൻ അല്ലേ? അപ്പൊ മജന്തയുടെ പൂരക വർണ്ണം ഗ്രീൻ ആണ്. മജന്തയും ഗ്രീനും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വൈറ്റ് ലൈറ്റ് കിട്ടും. സിയാനിൽ അടങ്ങിയിരിക്കുന്നത് ഗ്രീനും ബ്ലൂ ആണ്. ഇതിലില്ലാത്ത ആളാരാ? റെഡ്. അപ്പം സിയാന്റെ പൂരകവർണ്ണം ഏതാണ്? റെഡ്. സിയാനും പൂരകവർണ്ണമായ റെഡും കൂടി ചേരുമ്പം എന്ത് കിട്ടും? വൈറ്റ് ലൈറ്റ് കിട്ടും. അപ്പൊ ഒരു ദ്വിതീയ വർണ്ണത്തോടു കൂടി ഏത് വർണ്ണം ചേരുമ്പോഴാണോ ധവളപ്രകാശം ലഭിക്കുന്നത് ആ വർണ്ണ ജോഡികളെയാണ് എന്ത് വിളിക്കുന്നത്? പൂരക വർണ്ണങ്ങൾ അഥവാ കോംപ്ലിമെന്ററി കളേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇതിപ്പോ നമ്മള് ലൈറ്റിന്റെ കേസിലാണ് പറയുന്നത്. ഇനി ലൈറ്റിന്റെ കേസിലാണ് RGB പ്രൈമറി കളർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡൈസ് ഉണ്ടല്ലോ, അതായത് പെയിന്റ് പോലത്തെ ഈ ഡൈകളില് എന്താണ് പ്രൈമറി കളർ എന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ ഈ സെക്കൻഡറി കളേഴ്സ് ഉണ്ടല്ലോ, ലൈറ്റിന്റെ കേസിലെ സെക്കൻഡറി കളേഴ്സ് YCM, അവരാണ് ഡൈസിന്റെ കേസിലെ പ്രാഥമിക ചായങ്ങളായിട്ട് കണക്കാക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരേ തീവ്രതയിലുള്ള പ്രാഥമിക വർണ്ണങ്ങളുടെയും പ്രാഥമിക ചായങ്ങളുടെയും സംയോജന പട്ടികയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ പ്രാഥമിക പ്രകാശവർണ്ണമാണ് ആദ്യം നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യം. നീലയും പച്ചയും ചുവപ്പും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ധവളപ്രകാശം, നീലയും പച്ചയും കൂടെ ചെയ്യുമ്പം സിയാൻ, പച്ചയും ചുവപ്പും കൂടെ ചേരുമ്പോൾ മഞ്ഞ, നീലയും ചുവപ്പും കൂടെ ചേരുമ്പോൾ മജന്ത. ഇനി ചായങ്ങളുടെ കേസില്
YCM ആണ് എന്തെന്ന് പറഞ്ഞു, പ്രാഥമിക വർണ്ണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ YCM RGBയുടെ ചേരുമ്പം എന്തൊക്കെ കളേഴ്സ് ആണ് കിട്ടുന്നത് എന്ന് നോക്കും. അപ്പൊ ഇതിലൊരു ഒരു അറേഞ്ച്മെന്റ് നടത്തുകയാണ്. ഈ YCMത്തിനെ MYC എന്ന് എഴുതുവാണ്. MYCയും RGBയും. ഇനി എമ്മും വൈയും കൂടെ ചേരുമ്പം റെഡ് ആണ് കിട്ടുന്നത് എന്ന് നോക്കാം. എമ്മും വൈയും ദാറ്റ് ഈസ് മഞ്ഞയും മജന്തയും കൂടെ ചേരുമ്പം എന്താ കിട്ടുന്നത്, ചുവപ്പാണ് കിട്ടുന്നത്. കിട്ടിയല്ലോ. വൈയും സിയും കൂടെ ചേരുമ്പം ഗ്രീൻ ആണ് കിട്ടുന്നത്. വൈ എന്നാൽ യെല്ലോ, സി എന്നാൽ സിയാൻ, പച്ചയല്ലേ കിട്ടിയത്. എമ്മും സിയും കൂടെ ചേരുമ്പോൾ ദാറ്റ് ഈസ് മജന്തയും സിയാനും കൂടെ ചേരുമ്പം എന്താ കിട്ടുന്നത്, ബ്ലൂ, നീലയാണ് കിട്ടുന്നത്. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഡൈസിന്റെ കേസിൽ MYC RGB എന്ന് ഓർത്താൽ മതി. ഇനി നമ്മൾ പ്രാഥമിക വർണ്ണത്തിന്റെ കേസിൽ പച്ചയും നീലയും ചുവപ്പും കൂടെ ചേരുമ്പം ധവളം കിട്ടും എന്ന് പറഞ്ഞില്ലേ. പക്ഷെ ഇവര് മൂന്നുപേരും MYC ചേരുമ്പോ, സിയാൻ, മഞ്ഞ, മജന്ത ചേരുമ്പോ ധവളമല്ല കിട്ടുന്നത്, ഇരുണ്ട പ്രകാശമാണ് കിട്ടുന്നത്, ഇരുണ്ടതാണ് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി ഒരു വസ്തുവിനെ നമ്മൾ കാണുമ്പം ആ ഒരു ദൃശ്യം നമ്മുടെ കണ്ണിൽ നിന്നെടുത്ത് മാറ്റിയാൽ നമ്മുടെ കണ്ണില് ആ ഒരു 1/16 സെക്കൻഡ് സമയത്തേക്ക് ആ ദൃശ്യം നിലനിൽക്കും. അങ്ങനെ നിലനിൽക്കുന്ന ആ ഒരു പ്രതിഭാസത്തെയാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ അഥവാ വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് വീക്ഷണ സ്ഥിരത? നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ നമ്മുടെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മാറ്റിയാലും അതിന്റെ ദൃശ്യാനുഭവം ഏകദേശം 1/16 സെക്കൻഡ് സമയത്തേക്ക് നിലനിൽക്കും. ഈ പ്രതിഭാസത്തെയാണ് എന്ത് വിളിക്കുന്നത്, വീക്ഷണ സ്ഥിരത എന്ന് വിളിക്കുന്നത്. വീക്ഷണ സ്ഥിരത അടിസ്ഥാനമാക്കിയുള്ള ഒരു ഡിസ്ക് ആണ് ന്യൂട്ടൺസ് കളർ ഡിസ്ക്. ന്യൂട്ടൺസ് കളർ ഡിസ്ക് ഇങ്ങനെ കറക്കുമ്പോഴത്തേക്കും ഏത് കളറായിട്ടാണ് കാണുന്നത്, വൈറ്റ് കളറായിട്ടാണ് കാണുന്നത്. അപ്പൊ സൂര്യപ്രകാശത്തിലെ വർണ്ണങ്ങളെ അതേ ക്രമത്തിലും അതേ അനുപാതത്തിലും പെയിന്റ് ചെയ്തിരിക്കുന്ന വൃത്താകൃതിയിലുള്ള ഒരു ഡിസ്ക് ആണ് ന്യൂട്ടൺസ് കളർ ഡിസ്ക്. ഈ ന്യൂട്ടൺസ് കളർ ഡിസ്ക് വളരെ വേഗത്തിൽ കറക്കുമ്പോൾ കാണുന്നത് വെള്ള നിറമാണ്. അത് എന്തുകൊണ്ട് വെള്ള നിറം കാണുന്നു എന്ന് ചോദിച്ചാൽ, ന്യൂട്ടൺസ് കളർ ഡിസ്ക് വളരെ വേഗത്തിൽ കറക്കുമ്പോൾ ഏതെങ്കിലും ഒരു നിറത്തിന്റെ ദൃശ്യാനുഭവം നമ്മുടെ കണ്ണിൽ നിന്ന് മായുന്നതിന് മുന്നേ ആയിട്ട് അടുത്ത കളർ വരും. അങ്ങനെ തുടർച്ചയായിട്ട് കളേഴ്സ് വന്നുകൊണ്ടിരിക്കും. അതായത് വീക്ഷണ സ്ഥിരത 1/16 ഉണ്ടല്ലോ, അതായത് ഒരു ദൃശ്യം നമ്മുടെ കണ്ണില് 1/16 സെക്കൻഡ് നിൽക്കും, അപ്പൊ തന്നെ അടുത്ത ദൃശ്യവും വരും. അപ്പൊ കണ്ണിൽ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച ദൃശ്യങ്ങൾ വരുമ്പോൾ ഈ ഒരു പ്രതിഭാസം മൂലം എല്ലാ നിറങ്ങളും ഒന്നിച്ചു കാണുന്ന രീതിയിലാണ് നമുക്കൊരു പ്രതീതി ഉണ്ടാവുന്നത്. ഈ നിറങ്ങൾ ഒരുമിക്കുമ്പോഴത്തേക്കും, ഈ വിബ്ജോർ ഒരുമിക്കുമ്പോൾ കിട്ടുന്ന നിറം എന്താണ്, വെള്ള. അതുകൊണ്ടാണ് ഈ ഒരു ഡിസ്ക് വെള്ള നിറമായിട്ട് കാണാൻ, ഒരുമിച്ച് കറക്കുമ്പോൾ വെള്ള നിറമായിട്ട് കാണാനുള്ള റീസൺ. ഇനി പെർസിസ്റ്റൻസ് ഓഫ് വിഷന്റെ മറ്റൊരു എക്സാമ്പിൾ ആണ് കത്തുന്ന ചന്ദനത്തിരി വളരെ വേഗത്തിൽ ചുഴറ്റുമ്പോൾ അഗ്നിവലയം കാണപ്പെടാനുള്ള കാരണം. ഒരു ദൃശ്യം നമ്മുടെ കണ്ണിൽ 1/16 സെക്കൻഡ് തങ്ങി നിൽക്കും, അപ്പൊ തന്നെ അടുത്തതും വരും. അങ്ങനെ വന്ന് ഒരു വലയം പോലെ നമുക്ക് കാണാം. ഇനി അടുത്തത് സുതാര്യ വസ്തുക്കളുടെ നിറമാണ്. സുതാര്യം, ട്രാൻസ്പെറന്റ് ഒബ്ജക്ട്സ് എന്നാൽ എന്താണ്, പ്രകാശത്തെ കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ. ഇപ്പോ നമുക്കൊരു എക്സാമ്പിളിലേക്ക് തന്നെ പോവാം. ധവള പ്രകാശത്തിൽ അടങ്ങിയിരിക്കുന്നത് ചുവപ്പ്, പച്ച, നീല എന്നീ വർണ്ണങ്ങളല്ലേ. അപ്പോ ധവള പ്രകാശത്തില് ഒരു ചുവപ്പ് ഫിൽറ്റർ വെച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ധവള പ്രകാശത്തിൽ ഈ നിറങ്ങൾ എല്ലാം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ധവള പ്രകാശത്തിലെ ചുവപ്പ് വർണ്ണത്തെ കടത്തിവിടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഫിൽറ്ററിന്റെ നിറം ചുവപ്പായിട്ട് തന്നെ കാണും. പച്ച ഫിൽറ്റർ വെച്ചാൽ പച്ചയായിട്ട് തന്നെ കാണും, നീല ഫിൽറ്റർ വെച്ചാൽ നീലയായിട്ട് തന്നെ കാണും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഫിഗറിൽ ഒരു ചുവപ്പ് ഫിൽറ്റർ ആണ് വെച്ചേക്കുന്നത്. ഇവിടെ കൂടെ കടന്നു പോകുന്നത് സൂര്യപ്രകാശം അല്ലെങ്കിൽ വിസിബിൾ ലൈറ്റ് ആണ്. അപ്പൊ വിസിബിൾ ലൈറ്റില് ചുവപ്പ് നിറമുണ്ട്, ഇവിടെയും ചുവപ്പ് ഫിൽറ്റർ ആണ് വെച്ചേക്കുന്നത്. അപ്പൊ ചുവപ്പ് ഫിൽറ്റർ ചുവപ്പിനെ മാത്രം കടത്തി വിടുമ്പോൾ ചുവപ്പ് ഒഴികെയുള്ള ബാക്കി വർണ്ണങ്ങളെ ആഗിരണം ചെയ്യുന്നത് കൊണ്ട് തന്നെ ചുവപ്പായിട്ടാണ് ഈ ഫിൽറ്റർ നമുക്ക് കാണാൻ പറ്റുന്നത്. നീലയാണെങ്കിൽ നീലയായിട്ടേ കാണാൻ പറ്റൂ, പച്ചയാണെങ്കിൽ പച്ചയായിട്ടേ കാണാൻ പറ്റുവേ. ഇവിടെ നോക്കൂ, രണ്ട് കുട്ടികള് വെള്ളപ്പൂ നോക്കുവാണേ. ഹായ്, ഈ ചുവപ്പ് നിറത്തിലുള്ള പൂവിന് എന്ത് ഭംഗി എന്ന് ചുവന്ന കണ്ണാടി വെച്ച കുട്ടി പറയാണ്. കാരണം ഈ കുട്ടി വെച്ചേക്കുന്ന കണ്ണാടിയിലൂടെ ചുവപ്പ് വെട്ടം മാത്രമേ കടന്നു പോകത്തുള്ളൂ. ഈ കുട്ടി നീല ഗ്ലാസ് ആണ് വെച്ചേക്കുന്നത്, അതിലൂടെ നീല മാത്രമേ കടന്നു പോകത്തുള്ളൂ. അപ്പൊ ഈ ആൺകുട്ടി പറയുന്നത് ചുവപ്പോ നീല നിറമുള്ള പൂവല്ലേ എന്ന് ചോദിക്കുന്നു. ഇനി ഇവിടെ നോക്കൂ, മജന്തയിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? മജന്തയില് റെഡും ബ്ലൂ ആണ് അടങ്ങിയിരിക്കുന്നത്. അപ്പൊ മജന്ത ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാൽ മജന്ത ഫിൽറ്ററിലൂടെ ചുവപ്പ് കടന്നു പോകുന്നുണ്ടോ? കാരണം അതിന്റെ ഘടകവർണ്ണമാണ്. പച്ച കടന്നു പോകുന്നുണ്ടോ? ഇല്ല, പച്ചയെ കടത്തി വിടത്തില്ല. നീല കടന്നു പോകുന്നുണ്ടോ? ഉണ്ട്, നീല കടന്നു പോകുന്നു. മഞ്ഞ കടന്നു പോകുന്നുണ്ടോ? മഞ്ഞ കടന്നു പോകത്തില്ല, പക്ഷെ മഞ്ഞയിലെ ചുവപ്പ് കടന്നു പോകും. കാരണം മഞ്ഞ എന്നാൽ ആറും ജിയും കൂടെ ചേർന്നതല്ലേ. അപ്പൊ മഞ്ഞയിലും ആറുണ്ട്, മജന്തയിലും ആറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 6 മാത്രം കടന്നു പോകും. ധവളം വെച്ച് കഴിഞ്ഞാൽ ഈ റെഡും ബ്ലൂവും, അതായത് ചുവപ്പ്, നീല എന്നിവയെ
കടത്തിവിടുന്നു. അപ്പൊ അതിലുള്ള ഘടകവർണ്ണങ്ങളെ ആയിരിക്കും കടത്തിവിടുന്നത്. ഇനി അധാര്യ വസ്തുക്കൾ. അധാര്യ വസ്തു എന്നാൽ പ്രകാശത്തെ കടത്തിവിടാത്തതാണ്. അപ്പോ ഒരു വസ്തുവിൽ നിന്ന് ഏത് പ്രകാശമാണോ കണ്ണിൽ പതിക്കുന്നത് ആ നിറത്തിലായിരിക്കും നമുക്ക് ആ ഒരു വസ്തുവിനെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോ പച്ച മാങ്ങയിൽ നിന്നും ഏത് നിറമാണ് കണ്ണിൽ പതിക്കുന്നത്? പച്ച കളർ. അതുകൊണ്ട് നമുക്ക് പച്ചയായിട്ട് കാണപ്പെടും. ഇനി നീലയാണെങ്കിൽ നീലയായിട്ട് കാണപ്പെടും, ചുവപ്പാണെങ്കിൽ ചുവപ്പായിട്ട് കാണപ്പെടും, വൈറ്റ് ആണെങ്കിൽ വൈറ്റ് ആയിട്ട് തന്നെ കാണപ്പെടും. ഓക്കെ, അപ്പോ ദ്വിതീയ വർണ്ണത്തിലുള്ള അധാര്യ വസ്തുവിനെ അതിന്റെ വർണ്ണത്തെയും ഘടകവർണ്ണത്തെയും പ്രതിഫലിപ്പിക്കാൻ കഴിയും എന്ന് പറഞ്ഞു. നീലക്കാറ് നീലയായിട്ട് കാണും, പച്ച നിറത്തിലുള്ള മാങ്ങ പച്ചയായിട്ട്, വെളുത്ത പാത്രം വെള്ളയായിട്ട്, ചുവന്ന ആപ്പിള് ചുവപ്പായിട്ടും കാണും. എല്ലാ വർണ്ണങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന പ്രതലം ഏത് നിറത്തിലാണ് കാണുന്നത്? വെളുത്ത നിറത്തിലാണ് കാണുന്നത്. അപ്പൊ ഒരു അധാര്യ വസ്തുവിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ അതിന്റെ നിറമുള്ള വർണ്ണത്തെയും അതിനോടടുത്ത തരംഗദൈർഘ്യമുള്ള വർണ്ണങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നു. ഒരു വസ്തുവിന്റെ വർണ്ണം ഒരൊറ്റ തരംഗദൈർഘ്യത്തിൽ മാത്രമുള്ളതല്ല എന്ന് ഓർക്കുമല്ലോ. അതുപോലെ വ്യക്തികളുടെ കണ്ണിലെ പ്രകാശഗ്രാഹി കോശങ്ങൾ, റോഡ് കോശവും കോൺ കോശവും ഉണ്ടല്ലോ, അതിനനുസരിച്ച് വർണ്ണത്തിന്റെ നേരിയ മാറ്റം സംഭവിക്കാം. ഇവിടെ നോക്കിക്കേ, ചുവന്ന പൂവ് ചുവപ്പ് പ്രകാശത്തിൽ ഏത് കളറായിട്ട് കാണും? ചുവപ്പ് കളറായിട്ട് കാണും. പച്ച പ്രകാശത്തിൽ ചുവപ്പിൽ പച്ചയുണ്ടോ അല്ലെങ്കിൽ പച്ചയിൽ ചുവപ്പുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇരുണ്ട നിറത്തിലായിരിക്കും കാണുന്നത്. മഞ്ഞ പ്രകാശത്തിൽ ചുവന്ന പൂവ് ഏത് നിറത്തിൽ കാണും? മഞ്ഞ എന്നാൽ റെഡും ഗ്രീനും ചേർന്നതല്ലേ, അപ്പോ റെഡ് ഉണ്ടല്ലോ, റെഡ് കളറിലായിരിക്കും കാണുന്നത്. ഇനി പച്ചയില ചുവപ്പ് വെട്ടത്തില് കടത്തിവിടുവോ? ഇല്ല, ഇരുണ്ട നിറം. പച്ച ഇല പച്ച വെളിച്ചത്തില് പച്ച നിറമായിട്ടായിരിക്കും കാണുന്നത്. പച്ച ഇല മഞ്ഞ വെട്ടത്തിലാണെങ്കിൽ പച്ചയായിട്ടായിരിക്കും കാണുന്നത്. മഞ്ഞപ്പൂവ് ചുവപ്പിലാണെങ്കിൽ ചുവപ്പായിട്ട് കാണും, പച്ചയിലാണെങ്കിൽ പച്ചയായിട്ട് കാണും, മഞ്ഞയിലാണെങ്കിൽ മഞ്ഞയായിട്ട് കാണും. കാരണം എന്താ? ആറും ജിയും കൂടെ ചേർന്നതല്ലേ മഞ്ഞ. അപ്പൊ റെഡില് റെഡായിട്ട്, ഗ്രീനില് ഗ്രീനായിട്ട്, മഞ്ഞയില് മഞ്ഞയായിട്ട് തന്നെ കാണും. അപ്പൊ ഇനി നമുക്ക് കൺക്ലൂഷനിൽ എന്തെത്താം? സുതാര്യ വസ്തു അതിന്റെ നിറം മാത്രം കടത്തിവിടുന്നു, അധാര്യ വസ്തു അതിന്റെ നിറത്തെ മാത്രം പ്രതിഫലിപ്പിക്കുന്നു. ഇതാണ് ഇതിന്റെ കൺക്ലൂഷൻ. സുതാര്യ വസ്തു അതിന്റെ നിറം മാത്രം കടത്തിവിടുമ്പോൾ അധാര്യ വസ്തു അതിന്റെ നിറത്തെ മാത്രം പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് അധാര്യ വസ്തുവാണ്. നീലക്കാറ്, പച്ച നിറത്തിലുള്ള മാങ്ങ, വെളുത്ത പാത്രം, ചുവന്ന ആപ്പിൾ, ഇവയൊക്കെ അധാര്യ വസ്തുക്കളാണ്. അധാര്യ വസ്തുക്കളിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ പ്രതിഫലിപ്പിക്കുന്ന പ്രകാശം മാത്രമേ കടത്തിവിടത്തുള്ളൂ. അപ്പോൾ സുതാര്യ വസ്തു അതിന്റെ നിറം മാത്രം കടത്തിവിടും, അധാര്യ വസ്തു അതിന്റെ നിറത്തെ പ്രതിഫലിപ്പിക്കുന്നതുകൊണ്ടാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. ഇനി മയിലിന്റെയും ചിത്രശലഭത്തിന്റെയും മനോഹരമായ നിറത്തെ കുറിച്ച് നോക്കാമേ. മയിൽപീലികളുടെയും ചിത്രശലഭത്തിന്റെയും ചിറകുകളുടെയും ആകർഷകവും മനോഹരമായ നിറങ്ങൾക്ക് പ്രധാന കാരണം പിഗ്മെന്റുകളല്ല, അതില് സൂക്ഷ്മ ഘടനയുടെ പ്രത്യേകതയാണ്. ഇപ്പൊ മയിൽപീലി നോക്കിയാലും ചിത്രശലഭം നോക്കിയാലും പിഗ്മെന്റ് അല്ല, അതിന്റെ സൂക്ഷ്മ ഘടനയാണ് നല്ല വർണ്ണമായിട്ട് കാണുന്നത്. ഇത് തൂവലുകളിലെയും ചിറകുകളിലെയും ഫോട്ടോണിക് ക്രിസ്റ്റൽ എന്നറിയപ്പെടുന്ന നാനോ സ്ട്രക്ചറുകളുടെ ക്രമീകരണത്തെ അടിസ്ഥാനമാക്കിയിരിക്കുന്നു. നാനോ സ്ട്രക്ചറുകളിലൂടെ വിവിധ പ്രകാശ പ്രതിഭാസങ്ങളാണ് നയന മനോഹരമായ ഈ വിവിധ നിറങ്ങൾക്ക് കാരണമാകുന്നത്. അപ്പോൾ ചിറകുകളിലും അതുപോലെ തൂവലുകളിലും ഒക്കെ ഫോട്ടോണിക് ക്രിസ്റ്റൽ എന്നറിയപ്പെടുന്ന നാനോ സ്ട്രക്ചറുകൾ അടങ്ങിയിരിക്കുന്നു. ഈ നാനോ സ്ട്രക്ചറുകളിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ നല്ല വർണ്ണമായിട്ട് കാണുകയും ചെയ്യുന്നു. ഇനി പ്രകാശത്തിന്റെ വിസരണത്തെ കുറിച്ച് നോക്കാം. സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. ഇവിടെ കണ്ടോ, പ്രകാശം ഇങ്ങനെ നേരെയാണ് സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടാണ് സഞ്ചരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു വീട് വെച്ചാൽ എല്ലാ ഭാഗത്തു നിന്നും വെളിച്ചം ഇങ്ങനെ അകത്തേക്ക് കയറത്തില്ല, ഇങ്ങനെയൊക്കെ കയറും. ഇതെങ്ങനെയാണ് ഇങ്ങനെ കയറുന്നത്? സൂര്യനിൽ നിന്ന് പ്രകാശം അന്തരീക്ഷത്തിലേക്ക് വരുമ്പം അന്തരീക്ഷത്തിൽ ഒരുപാട് പൊടിപടലങ്ങളും ജലകണികളും ഒക്കെ ഉണ്ട്. അവിടെ തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രതിഫലിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രതിഫലിക്കും, ഇതുവഴിയൊക്കെ കയറും. അങ്ങനെയാണ് സൂര്യപ്രകാശം നമ്മുടെ വീടുകളിൽ മൊത്തത്തില് എത്തുന്നത്. അപ്പോ ഇങ്ങനെ തട്ടി പോകുന്ന സ്കാറ്ററിംഗ് എന്നാണ് പറയുന്നത്. സ്കാറ്ററിംഗ്, ചിതറുക, മാധ്യമത്തിലെ കണങ്ങളിൽ തട്ടി പ്രകാശത്തിന് സംഭവിക്കുന്ന ക്രമരഹിതവും ഭാഗികവുമായ ദിശാവ്യതിയാനം. ക്രമരഹിതമല്ലേ, ഇങ്ങോട്ട് പോകുന്നു, ക്രമരഹിതമായിട്ടാണ് പോകുന്നത്. അപ്പൊ മാധ്യമത്തിലെ കണങ്ങളിൽ തട്ടി പ്രകാശത്തിന് സംഭവിക്കുന്ന ക്രമരഹിതവും ഭാഗികവുമായ ദിശാവ്യതിയാനത്തെയാണ് എന്ത് പറയുന്നത്? വിസരണം എന്ന് പറയുന്നത്. വിസരണം. ഇനി പ്രകാശം സൂക്ഷ്മ കണികളിൽ തട്ടി ചിതറുന്ന പ്രതിഭാസമാണ് ഏത്? വിസരണം എന്ന് ഓർക്കുക. വിസരണം എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? തരംഗദൈർഘ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. തരംഗദൈർഘ്യം കൂടിയ വർണ്ണം, ഫോർ എക്സാമ്പിൾ റെഡിന് വിസരണം കൂടുതലായിരിക്കും, വിസരണം കുറവായിരിക്കും.
തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണങ്ങളുണ്ടല്ലോ, അതായത് വയലറ്റ് പോലുള്ള തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണങ്ങൾക്ക് വിസരണം കൂടുതലായിരിക്കും. അപ്പൊ വിസരണം കൂടിയ വർണ്ണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ. വിസരണം കുറഞ്ഞ വർണ്ണം ഏതാന്ന് ചോദിച്ചാൽ ചുവപ്പാണ്. അതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിലൂടെ ചുവപ്പ് വർണ്ണത്തിന് സഞ്ചരിക്കാൻ കൂടുതൽ ദൂരം അല്ലെങ്കിൽ സഞ്ചരിക്കാൻ ദൂരം കൂടുതലായിരിക്കും. കാരണം വിസരണം കുറവല്ലേ, അപ്പൊ കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ പറ്റും. ഈ വിബൊക്കെ, അതായത് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ പെട്ടെന്ന് സ്കാറ്റർ ആയി പോകുമ്പോൾ കുറച്ച് ദൂരെ സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ. ഇനി കണികകളുടെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് വിസരണത്തിന്റെ അളവും കൂടും. കണികളുടെ വലിപ്പം കൂടുന്നതനുസരിച്ച് വിസരണം കൂടുന്നു. കണികളുടെ വലിപ്പം പ്രകാശത്തിന്റെ തരംഗദൈർഘ്യത്തെക്കാൾ കൂടുതലായാൽ എല്ലാ വർണ്ണങ്ങൾക്കും വിസരണം ഒരുപോലെ ആയിരിക്കും എന്നുകൂടി ഓർക്കുക. അപ്പോ വിസരണത്തിന്റെ അളവും കണികളുടെ വലിപ്പവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. കണങ്ങളുടെ വലിപ്പം കൂടുമ്പോൾ വിസരണം കൂടും. കണങ്ങളുടെ വലിപ്പം പ്രകാശത്തിന്റെ തരംഗദൈർഘ്യത്തെക്കാൾ കൂടുതലായാൽ എല്ലാ വർണ്ണവും ഒരുപോലെ വിസരിക്കപ്പെടും എന്നുകൂടി ഓർക്കണേ. ഇനി ടിൻഡാൽ ഇഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളോയിഡ് അല്ലെങ്കിൽ സസ്പെൻഷൻ, കലങ്ങിയ വെള്ളം ഉണ്ടല്ലോ, പാല് പോലത്തെയൊക്കെ, അപ്പൊ അല്ലെങ്കിൽ ചോക്കുപൊടി കലർന്ന വെള്ളം, ഇതാണ് ഒരു സസ്പെൻഷൻ ആയിട്ട് എടുത്തേക്കുന്നത്. ഇതിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ ഇതിന്റെ സഞ്ചാരപാത നമുക്ക് കാണാൻ പറ്റും. കാട്ടിലൂടെയൊക്കെ പോകുമ്പോൾ കണ്ടോ സൂര്യ വെളിച്ചം വരുന്ന ആ ഒരു പാത കാണാൻ പറ്റത്തില്ലേ? ഇതിനെയാണ് ടിൻഡാൽ പ്രഭാവം എന്ന് പറയുന്നത്. ഒരു കൊളോയിഡൽ ദ്രവത്തിലൂടെയോ സസ്പെൻഷനിലൂടെയോ പ്രകാശകിരണങ്ങൾ കടന്നു പോകുമ്പോൾ അവയ്ക്ക് സംഭവിക്കുന്ന വിസരണം മൂലം വളരെ ചെറിയ കണികകൾ പ്രകാശിതമാകുന്നു. ചെറിയ കണികകൾ കാണാൻ പറ്റും. അതിനാൽ പ്രകാശത്തിന്റെ സഞ്ചാരപാത ദൃശ്യമാകുന്നു. ഈ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് ടിൻഡാൽ പ്രഭാവം. ടിൻഡാൽ പ്രഭാവം. മഞ്ഞുകാലത്ത് ശിഖരങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രകാശപാത വ്യക്തമായി കാണാൻ പറ്റും. വിസരണത്തിന്റെ തീവ്രത ആശ്രയിച്ചിരിക്കുന്നത് ഈ കൊളോയിഡിലെ കണികകളുടെ വലിപ്പത്തെ കൂടിയാണ്. വലിപ്പം കൂടുമ്പോൾ വിസരണ തീവ്രത കൂടുകയും ചെയ്യുന്നു. ആകാശത്തിന്റെ നീലിമയ്ക്ക് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതും ഈ സ്കാറ്ററിംഗ് തന്നെയാണ്. സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രകാശം വിസരണത്തിന് വിധേയമാകുന്നു. കൂടുതൽ വിസരിക്കപ്പെടുന്ന നിറം ഏതൊക്കെയാണ്? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ. അതുകൊണ്ടാണ് ആകാശം ഏത് നിറത്തിൽ കാണുന്നത്? നീല നിറത്തിൽ കാണുന്നത്. അപ്പോ വിസരിത പ്രകാശം, അതായത് സ്കാറ്റേർഡ് ലൈറ്റ് ആണ് ഈ ആകാശത്തൊക്കെ വ്യാപിക്കുന്നത്. നിരീക്ഷകന്റെ കണ്ണിലെത്തുന്നത് ഇങ്ങനെ വിസരിച്ചു പോകുന്ന വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ അല്ലേ? അതുകൊണ്ടാണ് ആകാശം നീല നിറത്തില് കാണപ്പെടുന്നത്. ഇനി ഉദയാസ്തമയ സമയങ്ങളിൽ സൂര്യന്റെ നിറം നോക്കൂ. ഈ പകൽ സമയത്തൊക്കെ കൂടുതൽ ഈ വിബ്ജിയോർ ഉണ്ടല്ലോ, വിബ്ജിയോറിലെ വിബ് സ്കാറ്റർ ചെയ്ത് പോയി. അപ്പോ വൈകുന്നേരം ഒക്കെ എത്തുമ്പോഴത്തേക്കും ഈ വേവ് ലെങ്ത് കൂടിയ കളേഴ്സ് മാത്രമേ കാണത്തുള്ളൂ. അതായത് അവസാനത്തെ കളേഴ്സ് ഉണ്ടല്ലോ, ഓറഞ്ച്, യെല്ലോ, ഓറഞ്ച്, റെഡ്. അപ്പൊ ഇതൊക്കെ അവസാനേ എന്ത് ചെയ്യത്തുള്ളൂ? സ്കാറ്റർ ചെയ്ത് പോകത്തുള്ളൂ. അതുകൊണ്ടാണ് രാവിലെ ആയാലും സായാഹ്നത്തിലായാലും റെഡ് കളറിൽ കാണുന്നത്. ഉച്ചയ്ക്ക് വൈറ്റ് കളറിലായിരിക്കും കാണുന്നത്. എല്ലാം കൂടെ കൂടിയ കളേഴ്സിലായിരിക്കും ഉച്ചയ്ക്ക് കാണുന്നത്. അപ്പൊ ഉദയാസ്തമയ സമയങ്ങളിൽ സൂര്യന്റെ നിറം ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച് ഇതിലേതെങ്കിലും കളറിലായിരിക്കും കാണുന്നത്. ഉദയാസ്തമയ സമയങ്ങളിൽ സൂര്യന്റെ രശ്മിക്ക് നിരീക്ഷകന്റെ കണ്ണിലെത്താൻ ഒരുപാട് ദൂരം സഞ്ചരിക്കണ്ടേ? ഉച്ചയ്ക്കാണെങ്കിൽ അത്രയും ദൂരം ഇല്ല. ഇനി ഏറ്റവും കുറവ് വിസരണം സംഭവിക്കുന്ന വർണ്ണങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച്. വിസരണം കുറവായതുകൊണ്ട് തന്നെ ഉദയാസ്തമയ സമയങ്ങളിൽ ഭൂമിയിലെത്തുന്ന വർണ്ണങ്ങളിൽ ഇവയൊക്കെ ആയിരിക്കും ആദ്യം കാണുന്നത്. അതുകൊണ്ടാണ് ഉദയാസ്തമയ സമയങ്ങളിൽ സൂര്യന്റെ നിറം ചുവപ്പോ അല്ലെങ്കിൽ ഓറഞ്ചോ മഞ്ഞയോ ആയിട്ട് കാണുന്നത്. ഇനി കണ്ണും കാഴ്ചയും നോക്കാം. കണ്ണിൽ ഒരു ലെൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇത് കണ്ടോ, മെഴുകുതിരി ഇത് അവിടെ ഒരു കോൺവെക്സ് ലെൻസിൽ കൂടെ മെഴുകുതിരി കടന്നു പോകുമ്പം അവിടെ ഒരു ഇമേജ് ഫോം ചെയ്യുന്നു. തല തിരിഞ്ഞിട്ടുള്ള ഇമേജ് ആണ്. അതുപോലെ തന്നെ ഒരു കോൺവെക്സ് ലെൻസ് ആണ് നമ്മുടെ കണ്ണിലും ഉള്ളത്. മെഴുകുതിരിയെ നോക്കുമ്പോൾ ഇവിടെ ഒരു സ്ക്രീൻ, ഇവിടെ ഒരു റെറ്റിനയാണ് ആ സ്ക്രീൻ. അവിടെ തലകീഴായിട്ടുള്ള ഇമേജ് ഫോം ചെയ്യുന്നു. ആ തലകീഴായിട്ടുള്ള ഇമേജ് നമ്മുടെ സെറിബ്രത്തിൽ എത്തുമ്പോൾ ആണ് കറക്റ്റ് ആയിട്ടുള്ള നേരെയുള്ള റിയൽ ആയിട്ടുള്ള നിവർന്നു നിൽക്കുന്ന ഇമേജ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഈ കണ്ണിലെ ലെൻസിലാണ് കാര്യം. കണ്ണിലെ ലെൻസിന്റെ ഈ ഒരു കർവേച്ചർ അഥവാ വക്രത ക്രമീകരിക്കാൻ പേശികളുണ്ട്. ആ പേശികൾ ഏതാണ്? ബയോളജിയിൽ പഠിച്ചിട്ടുണ്ടോ? സീലിയറി പേശി. അപ്പൊ കണ്ണിലെ ലെൻസിന്റെ വക്രത ക്രമീകരിച്ച് അതിന്റെ ഫോക്കസ് ദൂരം വ്യത്യാസപ്പെടുത്തിയിട്ടാണ് വ്യത്യസ്ത അകലങ്ങളിൽ ഇരിക്കുന്ന വസ്തുക്കളുടെ പ്രതിബിംബം എവിടെ പതിക്കുന്നത്? റെറ്റിനയിൽ പതിക്കുന്നത്. ഈ സീലിയറി പേശി കോൺട്രാക്ട് ചെയ്യുമ്പോൾ അഥവാ സങ്കോചിക്കുമ്പോൾ ലെൻസിന്റെ വക്രതയ്ക്ക് എന്ത് സംഭവിക്കും? കൂടും. എന്നിട്ട് ഫോക്കസ് ദൂരം കുറയും. ആ പോയിന്റ് പഠിച്ചു വെക്കണേ.
സീലിയറി പേശി സങ്കോചിക്കുമ്പോൾ ലെൻസിന്റെ വക്രത കൂടുകയും ഫോക്കസ് ദൂരം കുറയുകയും ചെയ്യുന്നു. ഇങ്ങനെ വസ്തുക്കളുടെ സ്ഥാനം എവിടെയായാലും, അടുത്തായാലും അകലെയായാലും എവിടെയായാലും പ്രതിബിംബം റെറ്റിനയിൽ പതിക്കത്തക്ക വിധം ലെൻസിന്റെ വക്രത വ്യത്യാസപ്പെടുത്തി ഫോക്കസ് ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിന്റെ കഴിവിനെ വിളിക്കുന്ന പേരാണ് സമഞ്ജനക്ഷമത അഥവാ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് വിളിക്കും. പവർ ഓഫ് അക്കോമഡേഷൻ. എന്താണ് ഫാർ പോയിന്റ്, എന്താണ് നിയർ പോയിന്റ്? അപ്പൊ നമുക്ക് വളരെ ദൂരെയുള്ള വസ്തുക്കളെ ഒന്നും കാണാൻ പറ്റത്തില്ല. കണ്ണിൽ നിന്നും ഒരു നിശ്ചിത അകലത്തിൽ എത്തുമ്പോൾ മാത്രമേ നമുക്ക് വസ്തുക്കളെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ ഒരു ദൂരം, അതായത് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരത്തെയാണ് വിളിക്കുന്നത് നിയർ പോയിന്റ്. ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അടുത്തുള്ള ബിന്ദു ഉണ്ടല്ലോ, അതാണ് നിയർ പോയിന്റ്. അപ്പൊ വ്യക്തമായ കാഴ്ചയ്ക്കുള്ള കുറഞ്ഞ ദൂരം. ആരോഗ്യമുള്ള കണ്ണുകൾക്ക് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള കുറഞ്ഞ ദൂരം എത്രയാണെന്ന് ചോദിച്ചാൽ 25 സെന്റിമീറ്റർ ആണ്. ഇനി ഫാർ പോയിന്റ് എന്നാൽ എന്താണ്? ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ബിന്ദുവാണ് ഫാർ പോയിന്റ്. ഈ ദൂരം അനന്തമായിട്ടാണ് കണക്കാക്കുന്നത്. 25 സെന്റിമീറ്റർ നിയർ പോയിന്റ് ആണ്. ഫാർ പോയിന്റ് ഡിസ്റ്റൻസ് അങ്ങനെ പറയാൻ പറ്റത്തില്ല, അനന്തമായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി ഹ്രസ്വദൃഷ്ടി എന്നാൽ എന്താണ്? അടുത്തുള്ളത് കാണാൻ പറ്റും, അകലെയുള്ളത് കാണാൻ പറ്റത്തില്ല. അപ്പൊ അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ പറ്റും, പക്ഷെ അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ പറ്റത്തില്ല. ഈ ഹ്രസ്വ ദൃഷ്ടി അനുഭവിക്കുന്ന അയാൾക്ക് റെറ്റിനയിലല്ല പ്രതിബിംബം രൂപപ്പെടുന്നത്, റെറ്റിനയുടെ അടുത്തായിട്ടായിരിക്കും പ്രതിബിംബം രൂപപ്പെടുന്നത്. അപ്പൊ ഹ്രസ്വദൃഷ്ടി എന്നാൽ അടുത്തുള്ളതിനെ കാണാൻ പറ്റും, പക്ഷെ അകലെയുള്ളതിനെ കാണാൻ പറ്റത്തില്ല. അപ്പൊ അകലെയുള്ള വസ്തു ആണെങ്കിൽ റെറ്റിനയ്ക്ക് മുന്നിലായിട്ടായിരിക്കും ഇയാൾക്ക് പ്രതിബിംബം രൂപപ്പെടുന്നത്. അപ്പൊ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ലെൻസാ ഉപയോഗിക്കുന്നത്? കോൺകേവ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റും. ഹ്രസ്വ ദൃഷ്ടി ഉള്ളവരുടെ നേത്രഗോളത്തിന് വലിപ്പം കൂടുതലായിരിക്കും കേട്ടോ. ഹ്രസ്വദൃഷ്ടി ഉള്ളവരുടെ നേത്രഗോളത്തിന് വലിപ്പം കൂടുതലായിരിക്കും. അപ്പോ ഇത് പരിഹരിക്കാൻ വേണ്ടി എന്താ ഉപയോഗിക്കുന്നത്? ഇവർക്ക് റെറ്റിനയുടെ മുന്നിലല്ലേ ഇമേജ് ഫോം ചെയ്യുന്നത്, അത് റെറ്റിനയിൽ തന്നെ പതിപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺകേവ് ലെൻസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇനി തിരിച്ച് ദീർഘദൃഷ്ടി. അകലെയുള്ള വസ്തുക്കളെ കാണാൻ പറ്റും, പക്ഷെ അടുത്തുള്ള വസ്തുവിനെ കാണാൻ പറ്റത്തില്ല. അപ്പൊ ദീർഘദൃഷ്ടി അനുഭവിക്കുന്ന ഒരാൾക്ക് ഇമേജ് ഫോം ചെയ്യുന്നത് റെറ്റിനയ്ക്ക് പുറത്തായിരിക്കും, റെറ്റിനയ്ക്ക് പിന്നിലായിരിക്കും. അതുകൊണ്ട് ഇവർക്ക് വ്യക്തമായിട്ട് അടുത്തുള്ള സാധനങ്ങളെ ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പൊ ദീർഘദൃഷ്ടിയുള്ള ഒരു വ്യക്തിയുടെ നിയർ പോയിന്റ് 25 സെന്റിമീറ്ററിനേക്കാളും കൂടുതലായിരിക്കും എന്നുകൂടി മനസ്സിലാക്കുക. നേത്രഗോളത്തിന് വലിപ്പം കുറവായിരിക്കും എന്നുകൂടി മനസ്സിലാക്കുക. ഇത് പരിഹരിക്കാൻ വേണ്ടി എന്ത് ലെൻസാ ഉപയോഗിക്കുന്നത്? കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ പതിക്കുന്നതിന് പകരം റെറ്റിനയിൽ പതിപ്പിക്കാൻ വേണ്ടി കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. അടുത്തത് വെള്ളെഴുത്ത് അഥവാ പ്രസ് ബയോപ്പിയ. ആരോഗ്യമുള്ള കണ്ണിനെ സംബന്ധിച്ചിടത്തോളം നിയർ പോയിന്റ് എത്രയാന്ന് പറഞ്ഞു? 25 സെന്റിമീറ്റർ ആന്ന് പറഞ്ഞു. പക്ഷെ പ്രായം കൂടുന്തോറും നിയർ പോയിന്റിലേക്കുള്ള അകലം കൂടുന്നു. പ്രായം കൂടിയവർക്ക് നിയർ പോയിന്റിലേക്കുള്ള അകലം 25 സെന്റിമീറ്ററിനേക്കാൾ കൂടുതലാകാനുള്ള കാരണം പ്രായം കൂടുമ്പോൾ സീലിയറി പേശിയുടെ ക്ഷമത കുറയുന്നു. അപ്പോൾ ഇത്തരക്കാർക്ക് പവർ ഓഫ് അക്കോമഡേഷൻ കുറവായിരിക്കും. അവർക്കുള്ള ആ ഒരു രോഗാവസ്ഥയാണ് വെള്ളെഴുത്ത് അഥവാ പ്രസ് ബയോപ്പിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ലൈറ്റ് പൊല്യൂഷൻ അഥവാ പ്രകാശ മലിനീകരണം എന്നാൽ എന്താണ്? അമിതമായ അളവിൽ പ്രകാശം വരിക, അമിതമായ തീവ്രതയിൽ കൃത്രിമ പ്രകാശം വരുമ്പോൾ അതിനെയാണ് പ്രകാശ മലിനീകരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പ്രകാശ മലിനീകരണത്തിന്റെ അനന്തര ഫലങ്ങൾ എന്താണ്? ഈ രാത്രികാലത്തൊക്കെ സഞ്ചരിക്കുന്ന ജീവികൾ ഉണ്ടല്ലോ, അവയ്ക്ക് പ്രജനനം നടത്താൻ ബുദ്ധിമുട്ടാണ്, ഇര തേടാൻ ബുദ്ധിമുട്ടാണ്, മനുഷ്യന്റെ സ്വാഭാവികമായ പ്രവർത്തനങ്ങളുടെ മാനസിക ശാരീരിക ആരോഗ്യത്തെ അത് ബാധിക്കുന്നുണ്ട്. രാത്രികാലങ്ങളിലെ ഡ്രൈവിങ്ങിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഒരുപാട് ലൈറ്റ് വന്നാൽ ആകാശ കാഴ്ച മറയ്ക്കുന്നത് മൂലം വാനനിരീക്ഷണം ബുദ്ധിമുട്ടാകുന്നു. ഉയർന്ന ഫ്ളാറ്റുകളിലെ പ്രകാശം ദേശാടന പക്ഷികളുടെ ദിശ തെറ്റിക്കുന്നു. ഇവയൊക്കെ ലൈറ്റ് പൊല്യൂഷൻ കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. ഇനി കാഴ്ചയില്ലാത്തവർക്ക് എഴുതാനും വായിക്കാനും സഹായിക്കുന്ന ലിപി ഏതാണ്? ബ്രെയിലി ലിപിയാണ്. ഇവിടെ ഫോട്ടോ പീരിയോഡിസം കൊടുത്തിട്ടുണ്ട്. ചില ഇനം സസ്യങ്ങൾ പൂക്കുകയും കായ്ക്കുകയും ഇല പൊഴിക്കുകയും ചെയ്യുന്നത് ഓരോരോ പ്രത്യേക കാലങ്ങളിലാണ്. ഇലകളിൽ കാണുന്ന ഫൈറ്റോക്രോം എന്ന ഒരിനം പ്രോട്ടീനാണ് ഇങ്ങനെ ഇല പൊഴിക്കാനുള്ള അതിനെ നിയന്ത്രിക്കുന്നത്. അതത് കാലങ്ങളിൽ ലഭിക്കുന്ന സൂര്യപ്രകാശത്തിന്റെ അളവിനെ ഫൈറ്റോക്രോം തിരിച്ചറിഞ്ഞാണ് ഈ ഒരു ക്രമീകരണം നടക്കുന്നത്. ഈ പ്രതിഭാസത്തെയാണ് ഫോട്ടോ പീരിയോഡിസം. ലൈറ്റ് അറിഞ്ഞിട്ട് ഇങ്ങനെ ഇല പൊഴിക്കുക. ഈ ഒരു നഗരവിളക്കിന് സമീപം വളരുന്ന മരത്തിൽ വിളക്കിനോട് ചേർന്ന് നിൽക്കുന്ന കൊമ്പുകളിൽ ഇലകൾ മാത്രം പൊഴിയുന്നത് പ്രകാശ മലിനീകരണം കൊണ്ടാണ്. പ്രകാശ മലിനീകരണം സസ്യങ്ങളുടെ ഫോട്ടോ പീരിയോഡിസത്തിൽ മാറ്റം ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. വിലയിരുത്താൻ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്.
ഏറ്റവും അനുയോജ്യമായ ഉത്തരം കണ്ടെത്തി എഴുതുക. ആകാശത്ത് മഴവില് രൂപപ്പെടുമ്പോൾ ഒരു ജലകളികളിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മിക്ക് എന്ത് സംഭവിക്കും? എന്തൊക്കെയാ സംഭവിക്കുന്നത്? അപവർത്തനവും ആന്തര പ്രതിപതനവുമാണ് സംഭവിക്കുന്നത്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ധവളപ്രകാശം ഉണ്ടാക്കാൻ കഴിയുന്ന വർണ്ണ ജോഡികൾ ഏതൊക്കെയാണ്? ധവളപ്രകാശം ഉണ്ടാക്കാൻ കഴിയുന്ന വർണ്ണ ജോഡികൾ മജന്തയും പച്ചയുമാണ്. ഒരു ഗ്ലാസ് പ്രിസത്തിന് ഉള്ളിലേക്ക് ചരിഞ്ഞു പ്രവേശിച്ച് കടന്നു പോകുന്ന ധവള പ്രകാശരശ്മി എന്തൊക്കെ സംഭവിക്കുന്നു? പ്രകീർണനത്തിന് വിധേയമാകുന്നുണ്ട്. പ്രകീർണനത്തിനും ദിശാവ്യതിയാനത്തിനും വിധേയമാകുന്നുണ്ട്. ഇവിടെ ഒന്ന് പൂരിപ്പിച്ച് നോക്കാം. സയാൻ വർണ്ണം അത് എന്തിന്റെ കൂടെ ചേരുമ്പോൾ ധവള പ്രകാശം ലഭിക്കുന്നത്? ചുവപ്പ്. റെഡിന്റെ കൂടെ ചേരുമ്പോൾ നീലവർണ്ണം ഏതിനൂടെ ചേരുമ്പോഴാണ്? മഞ്ഞയുടെ കൂടെ ചേരുമ്പോഴാണ് ധവള പ്രകാശം കിട്ടുന്നത്. മജന്തയും പച്ചയും കൂടെ ചേരുമ്പം എന്ത് കിട്ടും? വൈറ്റ് ലൈറ്റ്, ധവള പ്രകാശം കിട്ടും. മജന്തയും സിയാനും മഞ്ഞയും കൂടെ ചേരുമ്പം എന്താ കിട്ടുന്നത്? ഇരുണ്ട നിറമല്ലേ കിട്ടുന്നത്? ഇരുണ്ട നിറം. അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ. മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.